മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി. വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിൽ സുപ്രധാനമായ 2 ബില്ലുകൾ പാസാക്കി നിയമസഭ. മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളെ അവരെ കൈകാര്യം ചെയ്യുന്നതിൽ വനം വകുപ്പിന് വേഗത്തിലും സുതാര്യവുമായ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ബില്ലുകളാണ് ഇന്ന് നിയമസഭ ഇന്നലെ പാസാക്കിയത്. അതുമായി പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് നോക്കാം. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗം ഒരാളെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചാൽ മറ്റു നടപടിക്രമങ്ങൾക്കായി സമയം പാഴാക്കാതെ ആക്രമണകാരിയായ മൃഗത്തെ ഉടൻ കൊല്ലാൻ ഉത്തരവിറക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഈ ബിൽ അധികാരം നൽകുന്നു. വന്യജീവി ആക്രമണത്തിൽ ആർക്കെങ്കിലും ഗുരുതര പരിക്കേറ്റാൽ കളക്ടറോ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോ ഇക്കാര്യം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് റിപ്പോർട്ട് ചെയ്യണം. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വാർഡൻ തുടർ നടപടികൾ സ്വീകരിക്കുക. പക്ഷേ ഈ ബില്ലിൽ ചില ആശങ്കകൾ രൂപപ്പെടുന്നു എന്ന നില വരുത്തി തീർത്ത് ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെ പോലും ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ തെറ്റിദ്ധാരണാജനകമായി നടത്തിയിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം നമ്മൾ കണ്ടു. എന്നാൽ ഈ ബില്ല് പൈലറ്റ് ചെയ്തുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സംസാരിക്കുമ്പോഴും ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത്, ഇപ്പോൾ വാച്ചർ എന്നുള്ള പേര് ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റൻ്റ് എന്നാക്കുന്നു. അത് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമല്ല. അത് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്, അവർക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ അതിൻ്റെ പേരിൽ തന്നെ ഒരു പുകമറ സൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമം നടന്നു. ഇന്നിപ്പം കേരളത്തിൽ പോലീസ് കോൺസ്റ്റബിൾസ് ഇല്ല, സിവിൽ പോലീസ് ഓഫീസറാണ്. ആ നിലയിൽ കാലങ്ങളായി ജോലി ചെയ്യുന്ന നിരവധിയായ തസ്തികയിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു അംഗീകാരം നൽകുന്ന ഒരു സ്ഥിതി പോസിറ്റീവായി ചിന്തിക്കേണ്ടതിന് പകരം അത് ജനങ്ങളിൽ ആശങ്ക പരത്താനും അത് അറസ്റ്റ് ചെയ്യാനുള്ള കുറേ ആൾക്കാരെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നു എന്ന നിലയിലും സഭയ്ക്ക് പുറത്ത് ധാരാളം ചർച്ചകൾ നടത്തി എന്നുള്ളത് പൊതുസമൂഹം കണ്ടതാണ്. പക്ഷേ ഇന്നതിന് ഈ ബില്ല് ഇവിടെ പാസ്സാകുന്നതോടുകൂടി പര്യവസാനമാവുകയാണ്. വളരെ കൃത്യമായി തന്നെ ഇക്കാര്യം ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം അവർക്കില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി ആരെങ്കിലും ഉപദ്രവിച്ച് മുറിവേൽപ്പിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്താൽ ആ മൃഗത്തെ വെടിവെക്കുവാനും കൊല്ലുവാനുമുള്ള അധികാരം ചെയ്യുന്നതിനുള്ള റിപ്പോർട്ടിന് ഡിസ്ട്രിക്ട് കളക്ടറെ കൂടി ചുമതലപ്പെടുത്തി എന്നുള്ളത് ഈ ബില്ലിൻ്റെ ഏറ്റവും വലിയ സാധാരണക്കാരായ ആൾക്കാർക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഗവൺമെൻറ് ചിന്തിച്ചുകൊണ്ടാണ്. ഈ നല്ല ലക്ഷ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടും മലയോര മേഖലയിലും വന്യജീവി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയുടെ ഭാഗമായി ഉയർത്തിരിച്ചിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കുവാനുള്ള നല്ല നടപടി സ്വീകരിക്കുകയും ചെയ്ത് ഗവൺമെൻറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്. സാർ, ഇവിടെ വളരെയേറെ ശ്രദ്ധേയമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് മാത്രം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിലും ഈ ബില്ലുകളെ ഗൗരവത്തിൽ കണ്ട് അവയെ ആഴത്തിൽ പരിശോധിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയ എല്ലാ മെമ്പർമാരെയും എൻ്റെ നന്ദി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടതാണ്. തീർച്ചയായും നമുക്ക് ചില കടമ്പകൾ കടക്കേണ്ടി വരും. ആ കടമ്പകൾ കടക്കാൻ ഈ സഭ ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശം നൽകാൻ കഴിയുന്നില്ല എന്ന ദൗർബല്യമാണ് ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഷെഡ്യൂൾ 2 ഉൾപ്പെടുത്തിയിട്ടുള്ള വന്യമൃഗങ്ങളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചാൽ അവയുടെ ജനന നിയന്ത്രണം നടത്താനോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് നാടുകടത്താനോ ഉള്ള വ്യവസ്ഥകളും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം വനത്തിൻ്റെയോ സംരക്ഷിത പ്രദേശങ്ങളിലൂടെയോ അതിർത്തിക്ക് പുറത്തുള്ള കാർഷിക വിളകൾക്ക് ഭീഷണിയായ സാഹചര്യത്തിൽ ഷെഡ്യൂൾ 2 ഏതു വന്യമൃഗത്തെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥയും ഭേദഗതിയിൽ കൂട്ടിച്ചേർത്തു. നാടൻ കുരങ്ങുകളെ ഷെഡ്യൂൾ 1 നിന്ന് ഷെഡ്യൂൾ 2 മാറ്റി. ഒപ്പം മറ്റൊരു കാര്യം വരുന്നത്, സ്വകാര്യ ഭൂമിയിലെ മരം മുറിക്കലുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന മറ്റൊരു ബില്ലും നിയമസഭ പാസാക്കി. അതായത് സ്വകാര്യ ഭൂമിയിൽ നിൽക്കുന്ന ചന്ദനമരം വനംവകുപ്പ് മുഖേന മുറിച്ചു വിൽക്കാൻ അനുമതി നൽകുന്ന കേരള വന ഭേദഗതി ബില്ലാണ് പാസാക്കിയത്.
പ്രതിപക്ഷത്തിൻ്റെ അഭാവം ഈ ഒരു ബിൽ പാസ്സാക്കിയപ്പോൾ ഉണ്ടായിരുന്നു. ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷത്തിൻ്റെ അസാന്നിധ്യത്തിലാണ് സുപ്രധാനമായ ഈ 2 ബില്ലുകളും നിയമസഭ പാസ്സാക്കിയത്. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിൽ നിർണായകമായ ഭേദഗതി കൊണ്ടുവരുന്നത് എന്നത് ഈ ഒരു ബിൽ പാസ്സാക്കിയത് ചരിത്രപരമായ ഭേദഗതി എന്ന് നമുക്ക് വിളിക്കാം. അതോടൊപ്പം തന്നെ നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾ ഗവർണറുടെ അംഗീകാരത്തിനായി അയക്കും. എന്നാൽ ഇത് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതി ആയതിനാൽ നിയമമായി മാറുന്നതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണിത് രാഷ്ട്രപതിക്ക് അയക്കുന്നു. രാഷ്ട്രപതി ഇത് അംഗീകരിച്ചാൽ ഇത് നിയമമായി മാറും.